അവിടെ സുരേഷ് ഗോപിയാണല്ലോ വിജയിച്ചത്. അപ്പൊ കെ മുരളീധരന്റെ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ആളാണ് ജോസ് വള്ളൂർ. ശബരിമല സംരക്ഷണത്തിന് വേണ്ടി ജാഥ നടത്തുന്നതിന് മുമ്പ് കോൺഗ്രസിനെ സംരക്ഷിക്കാനാണ് ജാഥ നടത്തുന്നത്. അപ്പൊ അവസാനം പോയി ഇയാൾ വില്ലേജ് ഓഫീസറെയും സിവിൽ പോലീസ് ഓഫീസർമാരെയും വരെ കെ സി വേണുഗോപാൽ പേരെടുത്ത് വെല്ലുവിളിക്കാനും അത്രയേ ഉള്ളെന്നേ. പുള്ളിയുടെ റേഞ്ച് അത്രയേ ഉള്ളൂ. ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന സ്വഭാവമാണ് അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു അൽപ്പൻ കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, കെ മുരളീധരൻ എല്ലാ മാസവും ലീഡർ ഉള്ള സമയത്ത് തുടങ്ങിയുള്ള ഒരു പാരമ്പര്യമാണ് 1-ാം തീയതി ഗുരുവായൂരിൽ എത്തുക എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് കെ മുരളീധരൻ ഗുരുവായൂരിൽ പോയതിന് പിന്നിൽ മറ്റൊരു കഥ കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം എന്തൊക്കെയോ അതൃപ്തനാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിതിനകത്ത് നോക്കുന്നുണ്ട്. ഒക്ടോബർ 22-ാം തീയതി കെ സി വേണുഗോപാൽ കോഴിക്കോട് കെ മുരളീധരന്റെ വസതിയിലെത്തി അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തുമെന്നുള്ള വാർത്തയാണ് ഏറ്റവും കൂടുതലായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്നത്തെ കെ മുരളീധര പ്രകടനത്തെ കുറിച്ച് പറയാനുള്ളത്? അല്ല, മുരളീധരൻ പുനഃസംഘടനാ ലിസ്റ്റ് വന്നതിന് ശേഷം തന്നെ ആദ്യം പ്രതികരിച്ച രീതി, മുരളീധരൻ എന്താണ് ജോസ് വള്ളൂരോ കാരണം കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് തൃശ്ശൂർ മത്സരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത് കൊടുത്ത ആളാണ് ജോസ് വള്ളൂർ. അങ്ങനെ കറക്റ്റ്. കെ മുരളീധരനെ കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അവിടെ സുരേഷ് ഗോപിയാണല്ലോ വിജയിച്ചത്. അപ്പൊ കെ മുരളീധരന്റെ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ആളാണ് ജോസ് വള്ളൂർ. അതെ തന്നെ, ഏറ്റവും കൂടുതൽ മുരളീധരനെ വിജയിപ്പിച്ച ആളാണല്ലോ പുള്ളി. അതെ, കെ മുരളീധരനെ നന്നായിട്ട് പണി കൊടുത്ത ആളാണ്. ആ പണി കൊടുത്തതിനുള്ള പ്രത്യുപകാരം, അതാണ് ഉദ്ദേശിച്ചത്. ആ പണി കൊടുത്തതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്തതിനുള്ള നീരസം വരികൾക്കില്ല ഇടയിലൂടെ പറയാതെ പറഞ്ഞു. കാരണം കഴിവുള്ള ആൾക്കാരെയൊക്കെയാണ് ലിഫ്റ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ മുരളി ഒരു വാക്ക് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. മുരളിയുടെ ഒരു വൊക്കാബുലറി ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുരളീധരന്റെ പറഞ്ഞ വാക്കുകളെ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും നമുക്ക് വായിച്ചെടുക്കാം. അത് നന്നായിട്ട് കരുണാകരനും ആ ഒരു കഴിവുണ്ടായിരുന്നു. അത് ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുള്ള കഴിവാണ്. പത്മനാഭ വേണുഗോപാലിനും ആ സാധനം ഉണ്ട് കേട്ടോ. ചില പുള്ളിക്കേണ്ട രീതിയിൽ പറയാനറിയാം. വിത്ത് ഗുണം നല്ലപോലെ 2 മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുരളീധരൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുരളീധരൻ വേറൊന്നും നിന്നില്ല. ജാഥ ക്യാപ്റ്റനാ. ജാഥയുടെ സമാപനത്തിൽ പങ്കെടുക്കാതെ നേരെ ഗുരുവായൂരിട്ട് വിട്ടു. ശ്രീ കെ കരുണാകരനെ പോലെ എല്ലാ മലയാളം മാസം 1-ാം തീയതി മുടങ്ങാതെ ഗുരുവായൂരിൽ പോകുന്ന ഒരാളൊന്നും അല്ല കെ മുരളീധരൻ. കെ മുരളീധരൻ ഗുരുവായൂരപ്പ അപ്പൻ്റെ ഭക്തനാണ്. പത്മജ വേണുഗോപാലിനും ഗുരുവായൂരപ്പൻ തന്നെയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ തന്നെയാണ് അവരുടെ ഒരു രീതി. അവർ കുഞ്ഞിലെ തൊട്ട് കണ്ട് ശീലിച്ചിട്ടുള്ള മാർഗം എന്നുള്ള രീതിയിൽ. പക്ഷേ അതേസമയം ഇദ്ദേഹം അങ്ങനെ മറ്റേ ആളെ പോലെ അച്ഛൻ്റെ മാതിരി അത് ശീലമായി കീഴ്വഴക്കമായി അങ്ങനെ മുടങ്ങാതെ പോകുന്നൊരു പ്രകൃതക്കാരനൊന്നുമല്ല കെ മുരളീധരൻ. കെ മുരളീധരൻ കൃത്യമായിട്ട് തൻ്റെ പ്രതിഷേധം അങ്ങ് അറിയിക്കുക ചെയ്തേ. ജാഥ നടത്തി ആദ്യം കോൺഗ്രസിനെ സംരക്ഷിക്കാനാണ് ഇവർ ജാഥ നടത്തേണ്ടത്. ശബരിമല സംരക്ഷണത്തിന് വേണ്ടി ജാഥ നടത്തുന്നതിന് മുമ്പ് കോൺഗ്രസിനെ സംരക്ഷിക്കാനാണ് ജാഥ നടത്തേണ്ടത്. അപ്പോൾ കോൺഗ്രസ് തന്നെ ആകെ കൂടെ നിലയില്ല കയത്തിലോട്ട് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയ്ക്കകത്ത് അയ്യപ്പനെ തൽക്കാലം നിങ്ങളങ്ങ് സംരക്ഷിച്ചോ, ഞാൻ ഗുരുവായൂരപ്പനടുത്തും പോയിട്ട് വരാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. നിങ്ങളൊക്കെ കൂടി അങ്ങ് അയക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതും കേൾക്കാനും കഴിവുള്ളവരെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താനും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കെ സി വേണുഗോപാലിൻ്റെ ഇഷ്ടത്തിനുണ്ടാക്കിയൊരു പാനലാണെന്നുണ്ടെങ്കിൽ കെ സിയെ വിളിച്ചുകൊണ്ടൊന്നങ്ങ് നടത്തിക്കൊള്ളാനുള്ള രീതിയിലാണ്. അപ്പോൾ ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇവിടെ പഞ്ചായത്ത് ജാഥയ്ക്ക് വരെ നേതൃത്വം കൊടുക്കേണ്ടുന്ന ഗതികളിലേക്ക് എത്തും. കാരണം പ്രവർത്തകർക്കിടയിൽ നേതാക്കന്മാർക്കിടയിലും വലിയ അതൃപ്തിയുണ്ട്. ഇന്ന് മാധ്യമങ്ങളുടെ അടുത്ത് സതീശൻ പ്രതികരിച്ച രീതി തന്നെ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങളും ചോദിച്ചിട്ടൊന്നും എൻ്റെ അടുത്ത് വരേണ്ട. കാരണം ഇതിനൊന്നും എനിക്ക് താല്പര്യമില്ല എന്നുള്ളിടത്തേക്ക് കാരണം മടുപ്പ് ഇവരെല്ലാം പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്നിപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എൽദോസ് കുന്നപ്പള്ളി, നമ്മുടെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ വാട്സപ്പ് പ്രൊഫൈൽ എടുത്ത് വെറുതെ നോക്കിയപ്പം, സ്റ്റാറ്റസ് നോക്കിയപ്പോൾ പുള്ളി രമേശ് ചെന്നിത്തലയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ പൊളിറ്റിക്കൽ മെസ്സേജ് എല്ലാവരും കൊടുക്കുന്നുണ്ട്, ഓരോരുത്തരും കൊടുക്കുന്നുണ്ട്. എവിടെയായിട്ടാണ് പോകുന്നതെന്നുള്ളത് സിബി ആണെങ്കിലും എടുത്ത് നോക്കിയാൽ മതി ഫോണിനകത്ത്. ഞാൻ വെറുതെ യാദർശികമായിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ കണ്ടതാണ്. ചാണ്ടി ഉമ്മൻ്റെ ഒരു നിലപാട് വളരെ ചാണ്ടി ഉമ്മൻ അത്യാവശ്യം വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാവും. സഭാ നേതാക്കന്മാരെയൊക്കെ കാണുന്നുണ്ട് അബിൻ വർക്കിയുടെ പ്രശ്നത്തിലും ചാണ്ടി ഉമ്മന്റെ പ്രശ്നത്തിലും. ചാണ്ടി ഉമ്മൻ പക്ഷേ സഭയുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാളല്ല കേട്ടോ. ആരുമായിട്ട് സഭാ നേതാക്കന്മാരെ കാണുന്നുണ്ട്. എന്തായാലും എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷെ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ചാണ്ടി ഉമ്മൻ ഒരു ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ടും ഒക്കെ ദേശീയതയും ആത്മീയതയും കൂട്ടിക്കുറച്ച് കാണുന്ന ഒരു വ്യക്തിയാണ്. രാജഭായ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കെ സി വേണുഗോപാലിനെ കാണുമ്പോൾ ചിരിച്ചു കാണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ ഇരിക്കുന്ന വേദിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് കെ സി വേണുഗോപാലിനെ പുകഴ്ത്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നൊക്കെ പേര് വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ദുരന്തമായിരിക്കണം എന്ന് ആലോചിച്ചു. അല്ല, ഇതിപ്പോൾ എന്താ ചെയ്യുന്നത്? കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഇപ്പം എൻ്റെ പഴയ നാടെന്ന് പറഞ്ഞാൽ മഞ്ചേരി തൃക്കലങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കോൺഗ്രസിൻ്റെ മണ്ഡലം ഓഫീസ് ഉണ്ടാക്കിയപ്പം അതിൻ്റെ ഉദ്ഘാടനത്തിന് കേസിയാണ് വീഴുന്നത്. എല്ലാവരും, അതായത് കോൺഗ്രസിനെ കുറിച്ചൊരു വർത്തമാനമില്ല. അവരുടെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തകരുടെ സംഭാവനകൾ, അവരുടെ അധ്വാനശേഷി, അതിനെക്കുറിച്ചൊന്നുമില്ല. സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും ആശംസാ പ്രാസംഗികരും എല്ലാം പറഞ്ഞ് KC അങ്ങ് പരലോകത്തോട്ട് അയച്ച പോലെ ആയിപ്പോയി. കാരണം പരലോകം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്.
അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉടലോടെ സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം കിട്ടുന്ന ഒരാളാണ്. കാരണം ഇയാളുടെ സ്തുതി പാഠകരെ കൊണ്ട് നമ്മുടെ മെഗാ തിരുവാതിര ഓർമ്മയുണ്ടല്ലോ, പിണറായി വിജയനെ പൂർത്തിക്കൊണ്ടുള്ള കാരണഭൂതൻ എന്നുള്ള പ്രയോഗമൊക്കെ. പിണറായി വിജയന്റെ അതുപോലും ഒരു രാഷ്ട്രീയ അശ്ലീലമായിട്ട് നമുക്ക് തോന്നിയ ആൾക്കാരാണ്. പക്ഷേ ഇതങ്ങനല്ല. പിണറായി വിജയന്റെ കാര്യം പോലും നമുക്കൊരു മെഗാ തിരുവാതിര അന്ന് പാർട്ടി സമ്മേളനവുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തിയത് പോലും രാഷ്ട്രീയ അശ്ലീലമായിരുന്നു എന്നുള്ള അഭിപ്രായത്തിൽ ഒരു വ്യത്യാസം, ആ നിലപാടിൽ ഒരു മാറ്റം ഇല്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ ഇതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ലാന്നേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഉദയനാണ് താരം എന്ന സിനിമയിലെ ശ്രീനിവാസൻ അഭിനയിച്ച എന്തോ രാജപ്പൻ എന്നുള്ള കഥാപാത്രം കെ സി വേണുഗോപാലിനെ ഉദ്ദേശിച്ചുണ്ടാക്കി എഴുതിയ സ്ക്രിപ്റ്റ് ആണെന്ന് സംശയപ്പെട്ടിട്ട് പോവുക. കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ച സിനിമ. അതെ, റോഷൻ ആൻഡ്രൂസ് ആണല്ലോ സംവിധാനം ചെയ്തത്. അപ്പൊ ആ സിനിമയ്ക്കകത്ത് മോഹൻലാൽ നായക കഥാപാത്രം, ശ്രീനിവാസന്റെ ആ സാധനം സിനിമാ താരങ്ങളുടെ ചിലരുടെ ജീവിത രീതികളും അവരുടെ ചില മാനറിസങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ തന്നെയും അത് പൊളിറ്റിക്സിനകത്ത് നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള ആളാണ് കെ സി വേണുഗോപാൽ. രാഷ്ട്രീയത്തിനകത്തെ ഒരു ഉദയനാണ് താരം എന്ന് പറയാവുന്ന രീതിയിലൊരു രാജപ്പൻ കഥാപാത്രമായിട്ട് കെ സി വേണുഗോപാൽ മാറുന്നു എന്നുള്ളതാണ്. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ഞാൻ വരുമ്പോൾ ഇങ്ങനെ പോലെ ചെയ്യണം, ഞാൻ വരുമ്പോൾ ഇന്ന പോലെ ചെയ്യണം, എന്നെ ഇങ്ങനെ. മുദ്രാവാക്യം വിളിക്കാനൊക്കെ കാശ് കൊടുത്ത ആളെ സ്റ്റേജിന് ചുറ്റും നിർത്തുന്നതായിട്ടും വാർത്തയ്ക്കുണ്ട്. അല്ല, കാശ് കൊടുത്തിട്ടൊന്നും ആയിരിക്കത്തില്ല. നീ കുറച്ച് പേരെ ആക്കിക്കോ, അപ്പം തന്നെ DCC പരിഗണിക്കാൻ പറ്റണം, KPCC പരിഗണിക്കാൻ നോക്കാനുള്ള രീതിയിൽ ഇങ്ങനൊരു അൽപ്പൻ കേരള രാഷ്ട്രീയത്തിൽ ഇതിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. ഏതെങ്കിലും പാർട്ടികൾ അങ്ങനെ കണ്ടതായിട്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ഇനിയിപ്പം ഉണ്ടോയെന്നറിയത്തില്ല. ഇപ്പം രാഷ്ട്രീയത്തിലെ സന്തോഷ് പണ്ഡിറ്റാണ് കെ സി വേണുഗോപാൽ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റ് നമുക്കെതിരെ വാനഷ്ടത്തിന് കേസ് കൊടുക്കും. കാരണം സന്തോഷ് പണ്ഡിറ്റൊക്കെ എവിടെ കിടക്കുന്നു? ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാൾ ഈ പ്രസ്ഥാനത്തെ മുഴുവൻ കൊണ്ടുപോയിട്ട് തൻ്റെ വെട്ടുവിടുത്തക്കാരെ മാത്രം കൊണ്ടുവന്ന് തിരികെ കയറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തുകയും ഒരു നിർവാഹം ഇല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ചില താല്പര്യമുള്ള ചില ആളുകളെയൊക്കെ കൊണ്ടുവരികയും ചെയ്തു. ഞാൻ പറഞ്ഞു, എത്രയോ യോഗ്യരായ ആൾക്കാർ പ്രവർത്തിച്ച് കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം, സീനിയർ ആയിട്ടുള്ള ആളുകൾ. അതുമാത്രമല്ല, വേറൊന്നും ആലോചിക്കേണ്ടത്, ഇപ്പം ചെങ്ങന്നൂരാണ് ജാഥയുടെ സമാപനം നടക്കുന്ന സമയത്താണ് ജാഥാ ക്യാപ്റ്റനായിട്ടുള്ള ആൾ ഗുരുവായൂരിട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആളുകളുടെ കയ്യിലുള്ള, പ്രവർത്തകരുടെ കയ്യിലുള്ള, മാധ്യമപ്രവർത്തകരുടെ കയ്യിലുള്ള ഫോൺ നമ്പറിലൊന്നും അദ്ദേഹത്തിന് അവൈലബിൾ ആവുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടിരിക്കുക. പിന്നെ ബാക്കിയുള്ളവരെല്ലാം കൂടെ കൈയും കാര്യം പിടിച്ച് നാണം കെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നാണ് തിരിച്ചിപ്പോൾ വരുന്നു എന്ന് കേൾക്കുന്നത്. വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, വരുന്നുണ്ടെന്ന് അപ്പോൾ കേൾക്കുന്നത്, പങ്കെടുക്കുമെന്ന് കേൾക്കുന്നു. അദ്ദേഹം നിർദ്ദേശിച്ച പല ആളുകളെയും ഈ ലിസ്റ്റിൽ നിന്ന് വെട്ടി എന്നുള്ളതാണ്. KM മുരളീധരൻ കേരളം കണ്ട ഏറ്റവും മികച്ച KPCC പ്രസിഡന്റുമാരിലൊരാളാണ്. പിന്നെ ഈ ഇന്ദിരാഭവൻ ഉണ്ടാക്കിയെടുത്തതും KM മുരളീധരൻ്റെ സമയത്താണെന്ന് എൻ്റെ ഓർമ്മ. തീർച്ചയായിട്ടും. അന്നാണ് KPCC പ്രസിഡന്റ് എന്ന് പറയുന്നൊരു പദവിയുടെ സംഘാടക ശേഷി ഉണ്ടായിരുന്ന ഒരാളാണ് KM മുരളീധരൻ. AK ആന്റണി പിന്നെ മുഖ്യമന്ത്രിയും KM മുരളീധരൻ KPCC പ്രസിഡന്റുമായിരുന്ന ആ സമയത്ത് ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. പോലെ തന്നെ അങ്ങനെ പോയിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. അവസാന കാലത്ത് പിന്നെ ആ കുഴപ്പം ഉണ്ടാക്കിച്ചൊന്നും ശരിക്കും KM മുരളീധരനല്ല, അച്ഛൻ്റെ ഒരു പിടിവാശിക്ക് ഭാഗമായിട്ടാണ് പറ്റിപ്പോയതാണ് അത് സംഭവിച്ചത്. ഈ DICയും ബാക്കിയുള്ളതും ഇദ്ദേഹത്തെ മന്ത്രിയാക്കുന്നതും ഒക്കെ ജീവിതത്തിൽ ഏറ്റവും അബദ്ധം നിറഞ്ഞ തീരുമാനമായിരുന്നു. ഇല്ലെങ്കിൽ KM മുരളീധരൻ ആന്റണിക്ക് ശേഷം കേരളത്തിന് മുഖ്യമന്ത്രി ആവുമായിരുന്നു. തീർച്ചയായിട്ടും. അങ്ങനെ 2004 എടുത്ത തീരുമാനമാണ്. 21 വർഷം ആകുമ്പോഴും ഇപ്പോഴും ആ ഒരു നഷ്ടം പുള്ളിയുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ആലോചിച്ച് നോക്കേണ്ടത് KM മുരളീധരൻ്റെ കാര്യം മാത്രമല്ല. KM മുരളീധരൻ അങ്ങനെ കഴിവ് തെളിയിച്ചു. രമേശ് ചെന്നിത്തലയും G കാർത്തികേയനും MI ഷാനവാസും കൂടിയാണ് K കരുണാകരൻ്റെ പ്രതാപകാലത്ത് തിരുത്തൽവാദി ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അത് G കാർത്തികേയനെ അപമാനിച്ചു എന്നുള്ളൊരു വിഷയത്തിൽ തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വാരാഘോഷമായിട്ട് ബന്ധപ്പെട്ട എന്തോ ചടങ്ങിൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തോട് കൃത്യമായിട്ട് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇവർ 3 പേരും കൂടിയാണ്, രമേശ് ചെന്നിത്തലയും G കാർത്തികേയനും MI ഷാനവാസും. 2 പേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. KC വേണുഗോപാൽ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. KC അന്ന് ഇല്ലെന്നേ. KC അന്ന് KSന്റെ സംസ്ഥാന പ്രസിഡന്റാ. ഇവിടെ എനിക്ക് തോന്നുന്നു മറ്റേ ഇല്ല, 100% ഷുവർ. രമേശ് ചെന്നിത്തല, MI ഷാനവാസ്, G കാർത്തികേയൻ, KC വേണുഗോപാൽ. നോ. ഇവർ 3 പേരാണ് തിരുത്തൽവാദികളായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അന്ന് KSUവിലാ. ആ സമയത്ത് KSU എന്ന് അറിയപ്പെടുന്ന നേതാവേ അല്ല. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീമിലേക്ക് പിന്നെ വരുന്നില്ല. യൂത്ത് കോൺഗ്രസ് ആകുമ്പോൾ പിന്നെയും കുറച്ചുകൂടെ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ ആരാ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു തലവും കൂടെ അർത്ഥം വന്നല്ലോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട്. അപ്പോൾ അതുപോട്ടെ. പിന്നെ അവരുണ്ടാക്കുന്ന സമയത്ത് വെറും കേസിൽ നിന്ന ഒരാൾ, അന്ന് കരുണാകരനെ പോലെ പ്രഗത്ഭനെതിരായിട്ട് ഈ തിരുത്തൽവാദി വിഭാഗം വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് A ഗ്രൂപ്പ് കൂടെ സ്ട്രോങ് ആവുന്നതും KP വിശ്വനാഥനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അവസാനം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് ജില്ലകളിൽ മുഴുവൻ റാലി നടത്തുമ്പോൾ, അതായത് അപ്പുറത്ത് കരുണാകരനെ ദുർബലനാക്കി ഈ തിരുത്തൽവാദി വിഭാഗം. അങ്ങനെ മഹാരഥനായ, അതും കിങ് മേക്കർ ആയിട്ട് നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയായിട്ട് തീരുമാനമെടുപ്പിക്കാൻ പറ്റിയത് ശരത് പവാറും അർജുൻ സിംഗും തമ്മിൽ ആ സ്ഥാനത്തിന് വേണ്ടി വടംവലി നടത്തുമ്പോൾ അകത്തുകൂടെ ഗെയിം കളിച്ച് നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കിയ ആളാണ്
കരുണാകരൻ. അങ്ങനെയുള്ള കരുണാകരനോടാണ് 92-ലാണെന്ന് തോന്നുന്നു പിന്നെ ഇവർ ഏറ്റുമുട്ടുന്നത്. ആ രമേശ് ചെന്നിത്തലയൊക്കെ എത്രയോ വർഷം മുമ്പ്, അതിനൊക്കെ എത്രയോ വർഷം മുമ്പൊക്കെ മന്ത്രിയൊക്കെ അത്രയും സീനിയറാണ്. ജി കാർത്തികേയനും ഷാനവാസും മരിച്ചു പോയെങ്കിലും ആ രമേശ് ചെന്നിത്തലയൊക്കെ അവരൊക്കെ നിൽക്കുമ്പോഴും അതേപോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെ നല്ല ഒറേറ്ററുമാണ്. ഇങ്ങേരിപ്പോഴും മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ സംസാരിക്കുന്നത് മുഴുവൻ ഒരു മണ്ഡലം കമ്മിറ്റി ലെവലിൽ പ്രസംഗിക്കാൻ അറിയത്തുള്ളൂ വേണുഗോപാലിന്. വിഷയങ്ങളില്ല, ഇല്ല, ഒന്നുമില്ല, സ്റ്റഫൊന്നുമില്ല. കാരണം ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഇവിടെ കേട്ടത്, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈജു, അതായത് ലോക്കൽ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പോലീസുകാരെ വെല്ലുവിളിക്കുമല്ലോ. ഇത് അതായത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കേരളത്തിൽ വന്നിട്ട് ഒരു ജില്ലാ പോലീസ് മേധാവിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തി അദ്ദേഹത്തിന്റെ മഹത്തായ ക്വാളിറ്റി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, ഇതിനു മുമ്പുള്ള സംഘടനാ ചുമതലയുള്ള ഏതെങ്കിലും AICC ജനറൽ സെക്രട്ടറിമാർ, അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ BJPയുടെ ദേശീയ അധ്യക്ഷന്മാരോ അല്ലെങ്കിൽ ഉപാധ്യക്ഷന്മാരോ, അല്ലെങ്കിൽ CPMന്റെ ഏതെങ്കിലും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരോ, അങ്ങനെയുള്ളവര് CPIയുടെ എവിടെങ്കിലും പോയിട്ട് ഏതെങ്കിലും സ്റ്റേറ്റ് DGPയെ വെല്ലുവിളിക്കുക നമ്മൾ കേട്ടിട്ടില്ല, ചീഫ് സെക്രട്ടറിയെ വെല്ലുവിളിക്കുക നമ്മൾ കേട്ടിട്ടില്ല. അപ്പോഴാണ് ഇവിടെ പോലീസ് മേധാവിയായിട്ടുള്ള പോലീസ് സൂപ്രണ്ടിനെയും വെല്ലുവിളിക്കുന്നത്. അവസാനം പോയി ഇയാൾ വില്ലേജ് ഓഫീസറെയും സിവിൽ പോലീസ് ഓഫീസർമാരെയും വരെ KC വേണുഗോപാൽ പേരെടുത്ത് വെല്ലുവിളിക്കാനും അത്രയേ ഉള്ളെന്നേ. പുള്ളിയുടെ റേഞ്ച് അത്രയേ ഉള്ളൂ. ആ ഇരിക്കുന്ന കസേരയുടെ മഹത്വം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. ആരൊക്കെ ഇരുന്നു? അഹമ്മദ് പട്ടേൽ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് ദീർഘകാലം ഇരുന്നൊരു കസേരയാണത്. ഇതിനേക്കാളും നല്ലത് മൂട്ടയെ പിടിച്ചെടുത്തുകയായിരുന്നു എന്നുള്ള അഭിപ്രായം. കാരണം അത്രയ്ക്ക് ഒന്നിനും കൊള്ളാത്ത നിർഗുണ പരബ്രഹ്മനായിട്ടുള്ള, എന്നാൽ സ്വപ്നം കാണുന്നതിന് ടാക്സ് അടയ്ക്കാത്തതുകൊണ്ട് നാളെ ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി എങ്ങാനും ഒന്ന് പിന്നെ വല്ല മക്കാവിലോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയാണെങ്കിൽ എനിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്ത് വരെ ആകാം എന്നുള്ള പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരാളാണ്. ആ രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണുകയും ഇപ്പം അതൊന്നും നടക്കാതെ വന്നപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി ആവണം. ആദ്യം ഇവന്മാരൊരു പണിയെടുക്കട്ടെ, കേരളം പിടിക്കാനുള്ള പണിയെടുക്കട്ടെ. കേരളത്തിലെ കോൺഗ്രസ്സുകാരും ലീഗുകാരും പിന്നെ ഒക്കെ ആഗ്രഹിക്കുന്ന UDFന്റെ പ്രവർത്തകർ എങ്ങനെയും കേരളം കിട്ടാൻ വേണ്ടി നിൽക്കുക. പിന്നെ കേരളം കിട്ടുമല്ലോ എന്നുള്ളതല്ല പുള്ളിയുടെ വിഷയം. പുള്ളി മുഖ്യമന്ത്രിയാണെന്നുള്ളത് ഓർമ്മ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും പണ്ടുണ്ണിത്താൻ ചെയ്ത പോലെ ഏതെങ്കിലും കണിയാൻ്റെ അടുത്ത് പോയിട്ട് കബഡി നടത്തിയിട്ട് അങ്ങനെ മുഖ്യമന്ത്രിയാവുമോ എന്നുള്ള ധാരണയാണെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ ഇൻസിഡന്റോട് കൂടി K മുരളീധരന് കുറച്ച് കൂടുതൽ സ്വീകാര്യത കോൺഗ്രസിനകത്ത് വരാൻ സാധ്യതയില്ലേ? ഒരു സംശയമില്ല കാര്യത്തിനകത്ത്. മുരളീധരൻ പങ്കെടുക്കുന്നില്ല എന്ന് വന്നത് വലിയ വാർത്തയായി. സംഭവം വലിയ വാർത്തയാവുന്നു. കഴിഞ്ഞ ദിവസം ചാഡ്മന്റെ പ്രതികരണം അതിനെ വലിയ വാർത്തയായി. അതിന് പുറമെ മുരളീധരൻ ഒന്നും പറയാനൊന്നും പോയില്ല, പ്രതികരിക്കാനൊന്നും പോയില്ല. നിങ്ങളെ പാടായി നടത്തിക്കോ, ഞാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന്. കാരണം എന്ന് വെച്ചാൽ ഇവന്മാരിലൊന്നും കൂടെ നിന്നിട്ട് കാര്യമില്ല. ഗുരുവായൂരപ്പനെങ്കിലും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ടാവും എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുമ്പം അതൊരു വല്ലാത്ത പ്രതികരണമാണത്. അത് കാരണം നിഷേധാത്മകമായൊരു നിലപാട് സ്വീകരിക്കലാണ്. പിന്നെ ഒന്നും പറയാതെ തൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് അവരുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ്. നീയൊക്കെ കണ്ട പോലെ കൂട്ടിക്കോ എന്നുള്ള പറച്ചിലാണ്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ചിന്താവിഷ്ടയായ ചാമളയ്ക്ക് സിനിമയ്ക്കകത്തെ പോലെ അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ് പിടിച്ച് തിരിച്ചുകൊണ്ടിട്ട് വരുന്ന ഒരു ഗതികേടിലെത്തുമ്പം ഇന്നിനിപ്പോൾ ആ വേദിക്കകത്ത് നമ്മളിത് എയർ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചടങ്ങ് നടക്കും എന്നുള്ളത് അറിയാം, കഴിയുമായിരിക്കും എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ എടുക്കുന്ന വീഡിയോ വരുമ്പോഴത്തേക്ക് ചിലപ്പം അത് എയർ ചെയ്യുമ്പോഴത്തേക്ക് 3 മണിക്കാണ് തുടങ്ങുന്നത്. 3 മണിക്ക് തുടങ്ങി 6 മണിക്ക് 12 അവസാനിക്കും. അതെ, അപ്പം അത് ഇന്നത്തെ പരിപാടിയുടെ പ്രത്യേകിച്ച് ഇന്ന് UDF നടത്തുന്ന പ്രോഗ്രാമാണ്. അതെ, അപ്പോൾ അതിനകത്ത് ഏറ്റവും താരമൂല്യമുള്ള ഒരു നേതാവായിട്ട് വളരെ ചെറിയ ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് നടത്തിയൊരു ഓപ്പറേഷനിലൂടെ K മുരളീധരൻ മാറുന്നു. 2 പിന്നെ ഇപ്പുറത്ത് സതീശൻ മാധ്യമങ്ങളെടുത്ത് പറയുന്ന ഇമാതിരി ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. കാരണം സതീശനും അതായത് എല്ലാവരും വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അതിൻ്റെ കാരണക്കാരൻ KC ആണ്. KCയിലേക്ക് മൊത്തം KCക്കെതിരായിട്ടുള്ള ഒരു വികാരം ശക്തമാകുന്നു. ആ ശക്തമാകുന്നതിനെ ആകെയുള്ള പ്രശ്നം ഇവർ തമ്മിൽ ഇടയ്ക്കുള്ള ചെറിയ സൗന്ദര്യ പിണക്കങ്ങളെ വെച്ചിട്ടാണ് KC അതിനിടയിൽ കൂടെ ഈ പണി ചെയ്തത്. ഇത് ഇവർ തമ്മിൽ ഒന്ന് യോജിക്കാൻ തയ്യാറായാൽ ഒരുമിച്ച് എതിർക്കുക എന്നുള്ള നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കേസിൻ്റെ കൂടെ ആരവിടെ ഉള്ളത്? ഒരാളുണ്ടാവും. ഇപ്പം ഈ പറയുന്ന 1-2 പേര് ആ കേസിൻ്റെ കൂടെ ആകെ നിൽക്കാനുണ്ടാകുമ്പോഴാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗതികെട്ട് നിൽക്കുന്നതുകൊണ്ട് ഷാഫി ഉണ്ടാവും. അല്ല, KC വേണുഗോപാലിനെ സംബന്ധിച്ചിട്ട് KC വേണുഗോപാലിന്റെ കൂട്ടത്തിലൊക്കെ ഒരു എതിർപ്പ് വന്നു കഴിഞ്ഞാൽ അത് തുടർച്ചയായിട്ട് പിന്നെ എതിർപ്പ് തന്നെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കാൻ വേണ്ടി. അതെ 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 അത് നമ്മൾ എതിർപ്പ് ഒരാൾ തുടക്കം കുറിച്ചാൽ പിന്നെ വിമർശനങ്ങളുടെ മാലപ്പടക്കമായിരിക്കും പൊട്ടാൻ വേണ്ടി പോകുന്നത്. പിന്നെ അച്ചടക്ക നടപടി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നത്തെ കൂട്ടത്തോടെ മൊത്തം KPCCയും പിരിച്ചുവിടേണ്ടി വരും, മറ്റേ DCCയും പിരിച്ചുവിടേണ്ടി വരും, എല്ലാം പിരിച്ചുവിടേണ്ടി വരും. അപ്പം KC എന്ന 2 അക്ഷരം കേരളത്തിലെ KC എന്ന് വിളിപ്പിച്ചു തുടങ്ങിയ പുള്ളിയാട്ടോ. അങ്ങനുണ്ട്. പണ്ട് KC വേണുഗോപാൽ എന്നായിരുന്നു. പിന്നെ പുള്ളിയുടെ അടുപ്പക്കാരെ KC വേണുഗോപാലൻ നായർ അങ്ങനെ ഉണ്ടോ? ഇല്ല, വേറെ വാലൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ പല വാലും ഇട്ട് കൊടുക്കും. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള വാലെല്ലാം ഇട്ട് കൊടുക്കും. അത് ചിലപ്പം അൺപാർലമെന്ററി ആയിട്ടുള്ള പദപ്രയോഗങ്ങളായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൾക്കാർ മനസ്സിൽ പല വാലും ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാർ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോഴും എന്നിട്ട് നമ്മളോടൊക്കെ പറയുന്നത്. അപ്പം ഈ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KC പിന്നെ വേണുഗോപാൽ സത്യത്തിൽ പുള്ളി ആദ്യം ചെയ്ത പണി പുള്ളിയുടെ ഇഷ്ടക്കാരെ കൊണ്ടൊക്കെ
പിന്നെ ഈ KS എന്നൊക്കെ വിളിക്കുന്ന കേട്ടപ്പോൾ പുള്ളിക്ക് ഒരാഗ്രഹം, EMS, VS എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ പുള്ളിക്ക് ഒരാഗ്രഹം, OC, ഉമ്മൻചാണ്ടി OC എന്നെല്ലാം വിളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് പുള്ളിക്ക് ഒരാഗ്രഹം. പുള്ളി അങ്ങനെ പുള്ളിയുടെ അടുപ്പക്കാരെ കൊണ്ട് ആദ്യം തുടങ്ങി വെപ്പിച്ച സാധനമാണ്. സ്വാഗതമൊക്കെ പറയുമ്പോൾ എന്നെ KC എന്ന് പറയണം, പ്രിയപ്പെട്ട KC, എൻ്റെ ഫുൾ പേര് പറയണ്ട, KC എന്ന് പറയണം. അങ്ങനെ KC എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അങ്ങനെ ഉണ്ടാക്കി വെച്ചത് പുള്ളി അടിത്തട്ടിൽ നിന്ന് ഉള്ള അണികളെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണ്. അവർക്കൊക്കെ പ്രത്യുപകാരമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഓരോ സ്ഥലത്തൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ KC എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. അല്ലെ KC എന്ന് പറയുന്ന സംഭവം ഉണ്ടായത് മറ്റേതുപോലെ OC പോലെയോ EMS പോലെയോ VS പോലെയോ സ്വാഭാവികമായോ ഉണ്ടായി വന്നൊരു സാധനമല്ല. KCയുടെ വഴിയെ ഇപ്പോൾ വേറെ C വരുന്നുണ്ട്, RC അങ്ങനെ ഉണ്ടാക്കിയ സംഭവം, ഫാബ്രിക്കേറ്റല്ല. ഇങ്ങനെ അനുയായികളെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ച് അങ്ങനെ ഉണ്ടായി വരുന്നത്. അപ്പം ഇതൊക്കെ എവിടെ ചെന്ന് പിന്നെ എത്തും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായിരുന്നാലും ഒരു കാര്യമുണ്ട്, KC വേണുഗോപാൽ എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു ശാപമായി മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട്. കാരണം അവിടെ നിൽക്കുന്ന ആള് എന്തായാലും ഫലത്തിൽ 4 സ്റ്റേറ്റ് ഉണ്ടല്ലോ കയ്യിൽ. 4 സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനം കുപ്പായം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന അതിനെ ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ AK ആന്റണിക്ക് ആലപ്പുഴ DCC പ്രസിഡന്റ് ആവണമെന്ന് സ്വപ്നം കാണുന്നതിന് തുല്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തും. അവിടെയാണ്. അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇയാളുടെ സ്വപ്നങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് സ്വയം ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കോൺഗ്രസിനുണ്ടാക്കുന്ന ഡാമേജ് ചെറുതല്ല. ഞാൻ മുമ്പും പറഞ്ഞതാണ്, ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന സ്വഭാവമാണ് അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിന് ക്ഷീണമായി തീരുമ്പോൾ തന്നെയും മറ്റുള്ളവരുടെ എല്ലാം വാല്യൂ കൂടുന്നു. മുരളീധരൻ്റെ വാല്യൂ കൂടുന്നു, രമേശ് ചെന്നിത്തലയുടെ വാല്യൂ കൂടുന്നു, VD സതീഷിൻ്റെ വാല്യൂ കൂടുന്നു, ചാണ്ടി ഉമ്മൻ്റെ വാല്യൂ കൂടുന്നു. ഇവർക്കിടയിൽ ഒരു ഏകോപനം സാധ്യമായി കഴിഞ്ഞാൽ കോൺഗ്രസ് പിന്നെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത വലിയ ഒരു പൊട്ടിത്തെറി ഇന്നർ പാർട്ടി പൊളിറ്റിക്സിനകത്ത് കോൺഗ്രസിനകത്ത് ഉണ്ടാവുകയും വീണ്ടും അതിനകത്ത് ഒരു പുനഃസംഘടന വീണ്ടും ആവശ്യമായി വരികയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പിളർപ്പാവാൻ സാധ്യതയുണ്ട്. പിളർന്നാൽ പരിപാടി പിന്നെ KC വേണുഗോപാലിൻ്റെ ഗ്യാസ് തീർന്നു, അതാണ് ഉറപ്പ്. അതോട് അല്ലെങ്കിൽ പിന്നെ കേന്ദ്ര നേതൃത്വത്തിന് KC വേണുഗോപാലിനെ തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്ക് എത്തും. ബാക്കിയുള്ളവരുടെ വാക്കുകൾ കൂടി കേൾക്കേണ്ടി വരുന്ന കുറച്ചുകൂടെ ജനാധിപത്യപരമായി സംഘടനാ സംവിധാനത്തെ കൊണ്ടുപോകാൻ ദേശീയ നേതൃത്വം നിർബന്ധിതമാവുകയും ഇങ്ങേരുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള അതൃപ്തിയുള്ള ദേശീയ തലത്തിലെ ബാക്കി നേതാക്കന്മാർ കൂടി, അപ്പം രേവന്ത് റെഡ്ഡിയും പിന്നെ മറ്റേ ആളും ഒക്കെ രംഗത്തങ്ങ് വരാൻ തുടങ്ങും, സിദ്ധരാമയ്യ ഒക്കെ അങ്ങ് രംഗത്ത് വരാൻ തുടങ്ങും. പിന്നെ അഴിച്ചുവിട്ട കാളയെപ്പോലുള്ള ഈ പോക്കിന് ഒരു കടിഞ്ഞാണിടാൻ പറ്റും, ഒരു മൂക്കേറിടാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.